ഒരുപാട് മരുന്ന് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ആൾക്കാർക്ക്. ചില 10 മരുന്ന് 15, എനിക്ക് 10 മരുന്നിൻ്റെ ലിസ്റ്റ് കാണുമ്പോഴേ ആകണം ഇഷ്ടം. ഇതെല്ലാം കൂടി എങ്ങനെ കഴിക്കുക, എനിക്ക് ആലോചിക്കാൻ വയ്യ ഒരു 10 ഗുളിക ഡെയിലി കുടിക്കുന്നതിനെ പറ്റി. അപ്പോൾ ഈ മരുന്നാണെങ്കിലും അതും മിതമായിട്ട് കഴിക്കണം എന്നുള്ള ഒരു എൻ്റെ ദിസ് ഈസ് മൈ പേഴ്സണൽ ലിസ്റ്റ്. ഞാൻ ഒരുപാട് പേഷ്യൻസിൻ്റെ ഒരുപാട് മരുന്ന് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും എഡിറ്റ് ചെയ്ത് മിനിമൈസ് ചെയ്യാൻ നോക്കും. ഒരു മെറ്റബോളിക് സിൻഡ്രോം ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളായിട്ട് ഫാറ്റി ലിവർ ഉണ്ട്, അബ്ഡോമിനൽ ഒബിസിറ്റി ഉണ്ട്, ഡയബറ്റീസ് തുടങ്ങി, കൊളസ്ട്രോൾ കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് മരുന്ന് എഴുതുന്നതിനേക്കാളും കൂടുതൽ ഇങ്ങനെ കുറച്ച് ഒരു ക്ലാസ് എടുത്തിട്ടാണ്. കാരണം ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നിങ്ങൾ ഇന്നിപ്പം കൊളസ്ട്രോൾ ഇത്രയായിട്ട് വന്നു, ഷുഗർ ഇത്രയായിട്ട് വന്നു, ഫാറ്റി ലിവർ, ഞാനൊക്കെ മരുന്ന് എഴുതും. പക്ഷെ നാളെ നിങ്ങൾ ഇതുകൊണ്ട് അഡീഷണൽ വേറെ പ്രശ്നമായിട്ട് വരും. അപ്പം അന്ന് അതിന് മരുന്ന് എഴുതേണ്ടി വരും. നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ അഡീഷണൽ പ്രശ്നം വരാതെ നോക്കുക. ഇതിനെല്ലാത്തിനും ഇപ്പൊ കോമൺ മരുന്നുകൾ വന്നു തുടങ്ങിയല്ലോ, മൂന്നും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മള് സറോഗ്ലിറ്റസാർ എന്ന് പറഞ്ഞ ചില മരുന്നുകളൊക്കെ, അതുപോലെ SGLT2 ഇൻഹിബിറ്റർ എന്നുള്ള മരുന്ന് ഇതിനൊക്കെ എഫക്റ്റീവ്. ഒറ്റ മരുന്ന് അല്ലാതെ മറ്റ് രോഗങ്ങൾക്കൊക്കെ കൂടി കമ്പയർ